ഹലോ ഓൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇന്ന് സുപ്രീം കോടതിയിൽ നടന്നിട്ടുള്ള മുഴുവൻ അപ്ഡേറ്റുകളും നിങ്ങളിലായിട്ട് ഷെയർ ചെയ്യാന്നുള്ളതാണ്. കുറച്ചൊരു ലോങ് വീഡിയോ ആണ്. ബിക്കോസ് സുപ്രീം കോടതി വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇന്നത്തെ കേസ് കേട്ടിട്ടുണ്ട്. ആൻഡ് അടുത്ത വ്യാഴാഴ്ചയിലേക്ക് 11-ാം തീയതിയിലേക്ക് മുഴുവൻ കാര്യങ്ങളും തീരുമാനമാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ പ്രോപ്പർ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളിൽ അത് നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ ടി എനെയും സെൻട്രൽ ഗവൺമെന്റിനെയും നിർത്തിപ്പൊരിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. കൃത്യമായിട്ടുള്ള ഡേറ്റകൾ ചോദിച്ചിട്ടുണ്ട്. സുപ്രീം കോടതി പറഞ്ഞത് ഞങ്ങൾക്ക് എല്ലാം അറിയണം, ഒന്നുപോലും വിടാതെ എല്ലാ ഡേറ്റകളും അറിയണം എന്നുള്ളതാണ്. ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് സാറിന്റെ നേതൃത്വത്തിലുള്ള പ്രധാനപ്പെട്ട ഒന്നാമത്തെ കോടതി മുറിയിൽ തന്നെയാണ് കടന്നിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ബെഞ്ചിൽ തന്നെയാണ് കേസ് കേട്ടിട്ടുള്ളത്. ഒരുപാട് പെറ്റീഷണേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ മെജോറിറ്റി ആൾക്കാർ റീനീറ്റ് വേണം എന്ന് പറഞ്ഞിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം അത് റീനീറ്റിനുള്ള കേസ് ആദ്യം കേൾക്കാം എന്നുള്ളതായിരുന്നു സുപ്രീം കോടതിയുടെ ഇന്നത്തെ തീരുമാനം. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്തൊക്കെ നടന്നിട്ടുണ്ടെന്നുള്ളത് ഇപ്പോൾ ഒരു ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ എക്സാം എങ്ങനെ നടക്കുന്നു, എന്തെല്ലാമാണ് എക്സാമിന്റെ മാർഗ്ഗങ്ങൾ, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റ് ചെയ്യുന്നത്, ആരാണ് ക്വസ്റ്റ്യൻ ഇടുന്നത്, എവിടെ നിന്നാണ്, എങ്ങനെയാണ് ഷെയർ ചെയ്ത് വെക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ രണ്ട് പ്രധാനപ്പെട്ട ഇൻസിഡൻസ് ആണ് ഇന്ന് കോടതിയിൽ നിന്ന് കേട്ടിട്ടുള്ളൂ. ഒന്നാമത്തെ കാര്യം രാജസ്ഥാനിൽ നടന്നിട്ടുള്ള സാധനമാണ്. രാജസ്ഥാനിൽ നടന്നിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എക്സാം നടക്കുമ്പോൾ യൂഷ്വലി എസ് ബി ഐ നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ സ്റ്റോർ റൂമിലും അതുപോലെ തന്നെ കാനറ ബാങ്കിന്റെ സ്റ്റോർ റൂമിലുമായിട്ട് രണ്ട് സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സൂക്ഷിച്ച് വെക്കാറുണ്ട്. അപ്പോൾ രണ്ട് സ്ട്രോങ് റൂമിലായിട്ട് രണ്ട് സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് വെക്കുക. അപ്പോൾ യൂഷ്വലി നടത്തുന്ന ഇതാണ്, നമ്മൾ എസ് ബി ഐയിൽ വെക്കുന്ന സാധനമാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ എക്സാം നടത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് കാനറ ബാങ്കിൽ വെച്ചിട്ടുള്ള ഈ സെക്കൻഡ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സെറ്റിന് എന്തെങ്കിലും തകരാറ് വന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യേണ്ട സാധനമായിരുന്നു. ഇപ്പോൾ രാജസ്ഥാനിൽ നടന്നിട്ടുള്ള ഇൻസിഡന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അറിയാതെ തന്നെ എന്ത് ചെയ്യപ്പെട്ടു, ഇതായിരുന്നു കൊടുക്കേണ്ടത്. പക്ഷേ ഇത് രണ്ടാമത്തെ സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എന്ത് ചെയ്തു, അവിടെ കുറേ അധികം സമയം നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഇവരെന്ത് ചെയ്തു വെച്ചാൽ ഇതൊരു പ്രൊട്ടസ്റ്റ് ചെയ്തു, റീനീറ്റ് വേണമെന്ന് പറഞ്ഞു. ആ സമയത്ത് എന്ത് ചെയ്തു, ഇവർക്ക് ആ സമയം നഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രം രണ്ടാമത് നടത്തി എന്നുള്ളതായിരുന്നു അവിടെ പ്രധാനമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം. സോ ഇതൊരു ഇൻസിഡന്റ് ആയിരുന്നു അവിടെ ഇന്ന് കോടതിയിൽ ഡിസ്കസ് ചെയ്ത. രണ്ടാമത്തെ ഇൻസിഡന്റ് എന്താണെന്ന് വെച്ചാൽ സിമിലർ സാധനം മേഘാലയയിൽ നടന്നിട്ടുണ്ട്. മേഘാലയയിൽ ഇതുപോലെ തന്നെ ഏകദേശം 1 മണിക്കൂറിന് മേളിൽ, അത് അതോറിറ്റിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സെറ്റ് മാറിപ്പോയി എന്നുള്ള രൂപത്തിൽ 1 അവർ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർക്ക് റീനീറ്റിനുള്ള അവസരം കിട്ടിയിട്ടില്ല. അപ്പോൾ 1563 പേർക്കാണ് എന്ത് നടന്നത്, റീനീറ്റ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ മേഘാലയയിൽ ഇതുപോലെ 1 അവറിന് മേളിൽ നഷ്ടപ്പെട്ട 1 അവറിന്റെ 45 മിനിറ്റ്സിന്റെ അടുത്ത് സമയം നഷ്ടപ്പെട്ടിട്ടുള്ള കുട്ടികൾക്ക് റീനീറ്റിനുള്ള അവസരം കിട്ടിയിട്ടുണ്ടാവില്ല. ഈ രണ്ട് സാധനങ്ങൾ കാര്യമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യും. സുപ്രീം കോടതി ഒരു നിര ചോദ്യങ്ങൾ എൻ ടി എയുടെ നേരെ കൊടുക്കുകയും ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കോട്ട് ചെയ്യുന്നത് ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ്. കംപ്ലീറ്റ് അപ്ഡേറ്റ്സ് ഞാൻ സോഴ്സ് ചെയ്യുന്നത് നമ്മുടെ mint.com വന്നിട്ടുള്ള ഫുൾ സാധനങ്ങൾ ഞാൻ ഇന്ന് നിങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ എന്തൊക്കെയാണ് നടക്കുക, എങ്ങനെയാണ് നടക്കുക എന്നുള്ളതിന്റെ കാര്യങ്ങൾ കോർട്ടിന്റെ അപ്ഡേറ്റുകൾ ലൈവായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ കോട്ട്സി നിങ്ങൾക്ക് തരാൻ വേണ്ടി പോണത് mint.com എന്ന് വന്നിട്ടുള്ള സാധനങ്ങളാണ്. ബട്ട് ഡെഫിനറ്റ്ലി ഇതിനകത്ത് ഫുൾ സാധനങ്ങൾ നമ്മൾ വെച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ പോയിന്റ്സും എന്തെല്ലാമാണ് ഇന്ന് സുപ്രീം കോടതി ഡിസ്കസ് ചെയ്തതെന്നുള്ള കാര്യം ഓരോന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്ത് നോക്കാം. ലോങ് വീഡിയോ, ബട്ട് ദിസ് വിൽ എന്താ പറയുക, കവർ എവറിത്തിങ് ഇൻ ഡീറ്റെയിൽ എന്നുള്ളതാണ് പറയാനുള്ള കാര്യങ്ങൾ. കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ കാത്തിരുന്ന സാധനമാണ് നീറ്റ് യു ജിയിൽ എന്താ സംഭവിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഫസ്റ്റത്തെ പോയിന്റ് എന്ന് വെച്ചാൽ ഏറ്റവും ലാസ്റ്റിൽ വന്നിട്ടുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള പോയിന്റ് ഇതാണ്: നമുക്ക് സെഗ്രിഗേഷൻ പോസിബിൾ ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ റീ എക്സാമിനേഷൻ ഈസ് നോട്ട് മാൻഡേറ്ററി എന്നുള്ളതാണ് ഏറ്റവും ലാസ്റ്റിൽ വെച്ചിട്ടുള്ള കാര്യങ്ങൾ. സോ അവർ ഉദ്ദേശിക്കുന്ന സെഗ്രിഗേഷൻ എന്ന് പറയുന്ന സാധനം എന്താണ് എന്നുള്ളതാണ്. സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സാം നടന്നപ്പം ഇതിനകത്ത് കള്ളത്തരം കാണിച്ചിട്ടുള്ള ആളുകളുണ്ട്. അതായത് ഡെഫിനറ്റ്ലി അത് പ്രൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് കള്ളത്തരം ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് നടന്നിട്ടുണ്ടെന്നുള്ള ഒരു അത് പ്രൂവ് ചെയ്തു. അപ്പൊ ഈ കള്ളത്തരം കാണിച്ച് അതിന് ബെനിഫിഷ്യൽ ആയിട്ട് ആരൊക്കെയാണോ വന്നത് അവരെ തരം തിരിക്കാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ, അതായത് ആരൊക്കെയാണ് ഇതിനകത്ത് കൾപ്രിറ്റ്സ്, കള്ളന്മാരാരാണ്, അവരെ കൃത്യമായിട്ട് തരം തിരിച്ചെടുക്കാൻ വേണ്ടി കഴിയുകയാണെങ്കിൽ റീ എക്സാം വേണ്ട, നിർബന്ധം ഇല്ല എന്നുള്ളതാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പോൾ ബേസിക്കലി കുറേയധികം പെറ്റീഷനേഴ്സ് വന്നിട്ടുള്ളത് റീനീറ്റ് വേണം എന്നുള്ള രൂപത്തിലാണ്. കാരണം കള്ളത്തരം നടന്നു, റീനീറ്റ് വേണം എന്നുള്ളതാണ്. സുപ്രീം കോടതി കണ്ട കാര്യം ഇതാണ്: സെഗ്രിഗേഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, സാധനം വേണമെന്നോ. സുപ്രീം കോടതി പറഞ്ഞ സാധനം ഇതാണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് ആര് പറയണം, എൻ ടി എയും യൂണിയൻ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റും ആൻസർ ചെയ്യേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വീണ്ടും ഒരു എക്സാം വേണ്ടെന്ന്. ഏതൊക്കെയാണ് ആ ക്വസ്റ്റ്യൻസ് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ട്രാവൽ ചെയ്തിട്ടുള്ളത്, സുപ്രീം കോടതി ചോദിച്ചിട്ടുള്ള ബേസിക്കലി 3 ദിവസത്തിനുള്ളിൽ കേട്ടോ, അതായത് ബുധനാഴ്ച വൈകുന്നേരത്തേക്ക് റിപ്പോർട്ട് കൊടുക്കണം. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ട്രാവൽ ചെയ്യുന്നത്, അതായത് ക്വസ്റ്റ്യൻ പേപ്പർ ആരാണ് ഉണ്ടാക്കുന്നത്, എവിടെയാണ് പ്രിന്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ട്രാവൽ ചെയ്യേണ്ടത്, ആൻഡ് എങ്ങനെയാണ് ഇത് എക്സാമിനേഷൻ സെന്ററിലേക്ക് ഈ സാധനങ്ങൾ ട്രാവൽ ചെയ്യേണ്ടത്, അതിന്റെ മെത്തേഡ് എന്താണ്, ഇതൊക്കെ ഡിസ്ക്ലോസ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ്
എത്ര മണിക്കാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ സാധനങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് ഇതിനൊക്കെ കൃത്യമായിട്ട് ഒരു ആൻസർ ഒക്കെ കൊടുത്ത് ഇതിന് മാൻഡേറ്ററി ആയിട്ട് സെഗ്രിഗേഷൻ ചെയ്യാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ, അതായത് കള്ളത്തരം കാണിച്ച ആൾക്കാരെയും കള്ളത്തരം കാണിക്കാത്ത ആൾക്കാരെയും സെഗ്രിഗേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യേണ്ട, റീ എക്സാമിനേഷൻ ഈസ് നോട്ട് മാൻഡേറ്ററി. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. റീ എക്സാമിനേഷൻ രണ്ടാമത് നടത്തേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇതിനകത്ത് ANA അടക്കമുള്ള ആളുകൾ കൃത്യമായിട്ട് അതിന്റെ ഡീറ്റെയിൽസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മളുടെ ഈ ആർക്ക് NTA-ക്കും സെൻട്രൽ ഗവൺമെന്റിനും വെനസ്ഡേയിൽ സത്യവാങ്മൂലങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. വെനസ്ഡേ ഈവനിങ് 5 o'clock വരെയാണ് സമയം കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് പറയാൻ പറ്റിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. കുറച്ച് ഡേറ്റകളാണ് കാര്യങ്ങൾ സുപ്രീം കോടതി ചോദിച്ചു വെച്ചിട്ടുള്ളത്. സുപ്രീം കോടതി ചോദിച്ചിട്ടുള്ള 3-4 ക്വസ്റ്റ്യൻസ് പ്രധാനമായിട്ടും അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് തരാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഫുൾ ഡിസ്ക്ലോഷർ. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ, എന്നാണ് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്തത്? സുപ്രീം കോടതി പറഞ്ഞതെന്ന് വെച്ചാൽ 2-3 months ബാക്ക്, 2-3 മാസങ്ങൾക്ക് മുന്നേ തന്നെ എന്ത് നടന്നിട്ടുണ്ട്, ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയിട്ടുണ്ട്. സംബടി അത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ 2-3 മാസം മുന്നേ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയിട്ടുണ്ടോ എന്നുള്ളതാണ് നോക്കണത്. കറന്റ് ഇപ്പോൾ ബീഹാർ പോലീസ്, പാട്ന പോലീസാണ് ആദ്യം കണ്ടുപിടിച്ചത്. ഇപ്പൊ CBI കണ്ടുപിടിച്ചിട്ടുള്ള CBIയുടെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് അന്ന് രാവിലെ May 5-ന് രാവിലെയാണ് കുട്ടികൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. അപ്പൊ May 5-ന് രാവിലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ടുണ്ടെങ്കിൽ രാവിലെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി ഉച്ചയാകുമ്പോഴത്തേക്ക് ആൻസേഴ്സ് കാണാതെ പഠിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ വന്നിട്ടുള്ള നമ്മുടെ അനുമാനങ്ങൾ. അപ്പോൾ അതുപോലെയാണോ നടന്നിട്ടുള്ളത്? അപ്പോൾ അത് കുറഞ്ഞ സമയമുള്ളൂ, ചെറിയ ടൈം പീരീഡിലെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയിട്ടുള്ളൂ എന്നാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ. ഇതിങ്ങനെയാണോ അതോ ഈ 2-3 മാസം മുന്നേ തന്നെ? അപ്പോൾ എന്നാണ് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയെന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ടുള്ള അഫിഡവിറ്റ് അവർ സമർപ്പിക്കണം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്, മാനർ ഇൻ വിച്ച് പേപ്പേഴ്സ് വെയർ ലീക്ക്ഡ് ഓർ ഡിസെമിനേറ്റഡ്. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്തത്? ഇതിനകത്ത് സുപ്രീം കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഈ പേപ്പർ ലീക്കായത്, ഈ പറയുന്ന സാധനങ്ങൾ ലീക്കായത് ഒരു ഡിജിറ്റൽ മീഡിയ വഴിയാണെങ്കിൽ, ഇപ്പോൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇപ്പോൾ ഒന്ന് അഡ്വക്കേറ്റ്സ് വാദിച്ചിട്ടുണ്ട്, ടെലഗ്രാം ഗ്രൂപ്പ് വഴിയിട്ടാണ് ലീക്ക് ആയത്, അതിന്റെ വീഡിയോ എവിഡൻസ് അവരുടെ കയ്യിലുണ്ട് എന്നുള്ള രൂപത്തിൽ അവർ വാദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സെൻട്രൽ ഗവൺമെന്റും NTA-യും ഉറപ്പായിട്ടും പറയണം എങ്ങനെയാണ് ലീക്ക് ആയത്. അപ്പോൾ ഇതിങ്ങനെ ഡയറക്ട്ലി ഒരാൾ മാൻ ടു മാൻ ഡയറക്ട്ലി ആണ് പോയതെങ്കിൽ അവർ ചെറിയ ലീക്കാണ്, ഡിസെമിനേറ്റ് ചെയ്തിട്ടില്ല, പടർന്നിട്ടില്ല എന്നുള്ള കാര്യം പറയാൻ വേണ്ടി പറ്റും. പക്ഷേ ഇത് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഇത് സോഷ്യൽ മീഡിയ വഴി പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പടരാൻ സാധ്യതയുണ്ട്. സുപ്രീം കോടതി സെയിം ജഡ്ജ്മെന്റ് ആണ് വരുത്തിയിട്ടുള്ളത് എങ്ങനെയാണ് പോയെന്നുള്ള കാര്യം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ടൈം ഡ്യൂറേഷൻ ബിറ്റ്വീൻ ലീക്ക് ആൻഡ് ദ ആക്ച്വൽ കണ്ടക്ട് ഓഫ് എക്സാം. എത്ര സമയം ലീക്ക് കഴിഞ്ഞിട്ട് എത്ര സമയം കഴിഞ്ഞിട്ടാണ് എക്സാം നടന്നിട്ടുള്ളത്? അപ്പോൾ കുറേ സമയം എടുത്തിട്ടുണ്ടെങ്കിൽ വൈഡ് സ്പ്രെഡ് നടക്കാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ്. അത്ര സമയം എടുത്തിട്ടില്ലെങ്കിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് NTA-നോടും ഇവരോടും പറഞ്ഞിട്ടുള്ളത്. ഇനി ബാക്കി അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ അവർ പറഞ്ഞാൽ മെറിറ്റ് തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. സോ ഇതിനകത്ത് മൾട്ടിപ്പിൾ ഇഷ്യൂസ് നമ്മൾ കാണുന്നുണ്ട്. ഈ ഇഷ്യൂസ് കാണുന്ന സമയത്ത് അവർ പറഞ്ഞത് കാര്യം, എന്താ പറയുക, മെറിറ്റിനെ എന്ത് ചെയ്യാൻ പാടില്ല, അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പാടില്ല. നല്ലോണം പഠിച്ചെഴുതി കഷ്ടപ്പെട്ട കുട്ടികളെ കാണാൻ പാടില്ല എന്നുള്ളതാണ് സുപ്രീം കോടതി പറഞ്ഞത്. ആൻഡ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി അവർ പറഞ്ഞ കാര്യം സൈബർ ഫോറൻസിക് യൂണിറ്റിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കണം. അതായത് അഥവാ ഇപ്പൊ ടെലഗ്രാം ഗ്രൂപ്പ് വഴിയിട്ടാണ്, ഇപ്പൊ നമ്മൾ കുറേ ടെലഗ്രാം ഗ്രൂപ്പുകളിലേക്ക് സ്ക്രീൻഷോട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള സാധനങ്ങൾ, ചിലതൊക്കെ ഫേക്ക് ആണെന്നുള്ള കാര്യം നമുക്ക് ഓൾറെഡി മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഇത് എങ്ങനെ നടന്നതെന്നുള്ള കാര്യം നമുക്ക് ഓൾറെഡി അറിയാം. കുറേയൊക്കെ ഫേക്ക് ആണ്, വെറുതെ ഇട്ടതാണ്. അപ്പൊ അത് പ്രൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് സൈബർ ഫോറൻസിക് യൂണിറ്റ് വേണം. അതുപോലെ തന്നെ AI ഉപയോഗിക്കണം, AI ടൂൾസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ടൂൾസ് ഉപയോഗിക്കണം. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഡാറ്റ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 23 ലക്ഷം കുട്ടികളെ, 23,23,000 സംതിങ് കുട്ടികളാണ് എക്സാം എഴുതിയതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത്രയും കുട്ടികളുടെയും ഡാറ്റ അനലൈസ് ചെയ്തിട്ട് ഇതിനകത്ത് ഈ ഫ്ലാഗ്സ് കണ്ടുപിടിക്കണം, എവിടെയൊക്കെയാണ് കള്ളത്തരങ്ങൾ നടക്കുന്നത് നമുക്ക് ഉറപ്പായിട്ട് അറിയാൻ പറ്റും. ഒരു സെന്ററിൽ നിന്ന് അടുത്തടുത്തിരുന്ന കുട്ടികൾക്ക് ഒരേപോലെ മാർക്ക് വരിക, അല്ലെങ്കിൽ അങ്ങനെ കുറെ പാറ്റേൺസ് നമുക്ക് ഇതിനകത്ത് കണ്ടുപിടിക്കാം. ഡാറ്റ മൈനിങ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ AI ടൂൾസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ സാധനങ്ങൾ കണ്ടുപിടിക്കണം. ഡിജിറ്റൽ ഡാറ്റ എക്സ്പേർട്സിനെയും ഇതുപോലെ തന്നെ സൈബർ ഇവരെയും ഉപയോഗിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഈ സാധനങ്ങൾ ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരോട് പറഞ്ഞിട്ടുണ്ട്? സെൻട്രൽ ഗവൺമെന്റിനോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്? എക്സ്പ്ലോർ ദ പോസിബിലിറ്റി ഓഫ് റീടെസ്റ്റ്. അതിനുശേഷം, അപ്പോൾ ഈ പറയുന്ന സാധനങ്ങൾ ചെയ്തതിന് ശേഷം ഇത് വൈഡ് സ്പ്രെഡ് ആയിട്ട് ഡിസെമിനേറ്റ് ചെയ്തിട്ടുണ്ടോ, അത് ഭയങ്കരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയി തന്നെയാണോ എന്നുള്ള കാര്യം അത് ഉപയോഗിച്ചിട്ട് കണ്ടെത്തുക. അതിനുശേഷം വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, റീടെസ്റ്റ് നടത്താൻ വേണ്ടി പറ്റുന്നുള്ളതാണ്. പിന്നെ അതിനകത്ത് ഓർഡർ പറഞ്ഞ കാര്യങ്ങൾ, ഇതിന്റെ ബാക്കി കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ സുപ്രീം കോടതി ഒരു ഓർഡർ ആയിട്ട് തന്നെ ഡിക്റ്റേറ്റ് ചെയ്ത്, അതിപ്പോ ഇന്ന് വൈകുന്നേരം ലൈവിൽ പോയപ്പം ആ ലൈവിന്റെ അവസാനമുണ്ട് സുപ്രീം കോടതി ഇങ്ങനെ ഓരോ കോമയും ഫുൾ സ്റ്റോപ്പും ബ്രാക്കറ്റും അടക്കം കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് ഒരു ഓർഡർ ആക്കി സാധനങ്ങൾ വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ആൻഡ് ഇതിനകത്ത് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ദർ ഷുഡ് ബി എ മൾട്ടി ഡിസിപ്ലിനറി കമ്മിറ്റി ഓഫ് എക്സ്പേർട്സ്. അതായത് എക്സ്പേർട്ടുകളുടെ ഡിഫറെന്റ് ഫീൽഡുകളിൽ നിന്ന്, ഇപ്പൊ ആദ്യം പറഞ്ഞ പോലെ തന്നെ സൈബർ സെക്യൂരിറ്റി, ഡേറ്റ അനാലിസിസ്, അങ്ങനത്തെ കാര്യങ്ങളിലുള്ള ഒരു കമ്മിറ്റി ഫോം ചെയ്യണം. ഈ കമ്മിറ്റി വെച്ചിട്ട്
വെച്ചിട്ട് വേണം ഇത് എങ്ങനെയാണ് ലീക്ക് നടന്നത്, എത്രത്തോളം വൈഡ് സ്പ്രെഡ് ആയിട്ട് ലീക്ക് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിന് സുപ്രീം കോടതി എടുത്തു പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അടുത്ത വർഷങ്ങളിലെങ്കിലും ഈ സാധനങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടിയുള്ള പ്രിവെൻഷൻ ആയിട്ടെങ്കിലും ഈ സാധനങ്ങൾ ചെയ്യണം എന്നുണ്ട്. സുപ്രീം കോടതി പറഞ്ഞതെന്ന് വെച്ചാൽ എത്ര സ്റ്റുഡൻസ് ആണ് ഈ സാധനങ്ങൾ നോക്കിയെന്നുള്ള കാര്യങ്ങൾ. ഇനി ഇതുപോലെ തന്നെ അടുത്ത ഒരു പ്രധാനപ്പെട്ട ചോദ്യം സുപ്രീം കോടതി ഇന്ന് നിങ്ങളോട് NTA-നോട് ചോദിച്ചെന്താ വെച്ചാൽ, ഇപ്പോ ഈ ലീക്ക് നടന്നിട്ടുണ്ടല്ലോ, ലീക്ക് നടന്നു എന്നുള്ള കാര്യം എന്തായാലും പ്രൂവ് ചെയ്തിട്ടുണ്ട്. ലീക്ക് നടന്നതിന്റെ പേരിൽ എത്ര സ്റ്റുഡൻസിന്റെ റിസൾട്ട് വിത്ത്ഹെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എത്ര സ്റ്റുഡൻസിന്റെ റിസൾട്ട് ആണ് വിത്ത്ഹെൽഡ് ചെയ്തിട്ടുള്ളത്, അങ്ങനത്തെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഇതുപോലത്തെ ഈ സ്റ്റുഡൻസ് ഒക്കെ ഇപ്പൊ എവിടെയാണ്, അവരുടെ ജിയോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഏതാണ്, അതായത് ഏത് സംസ്ഥാനത്തു നിന്നുള്ള ആളുകളാണ് അങ്ങനെ ഉണ്ടാവുക. ആൻഡ് അതുപോലെ തന്നെ ഇനിയുള്ള കുട്ടികളെ ഇനിയും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അത് നിങ്ങൾക്ക് ഇനിയും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണോ, അതോ നമുക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റാത്ത അത്ര ദൂരത്തിൽ കള്ളന്മാർ ഓടി ഒളിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളും കൃത്യമായിട്ട് സുപ്രീം കോടതി ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ സുപ്രീം കോടതി വളരെ വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കിയിട്ടുള്ളത്. ആൻഡ് അവർ പറഞ്ഞു നമ്മൾ ഡീലിംഗ് ചെയ്യുന്നത് ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ, മെഡിസിൻ എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ മെഡിസിൻ എങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ലോകത്തിലെ തന്നെ രാജ്യത്തിലെ തന്നെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡിയാണ് മെഡിസിൻ പഠിക്കുക എന്നുള്ളത്. അപ്പൊ അതിന്റെ ഉള്ളിൽ ഇങ്ങനത്തെ കള്ളത്തരങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കാണ്ട് എല്ലാ മിഡിൽ ക്ലാസ് ആൾക്കാരുടെയും സ്വപ്നമാണ് അത് എന്നുള്ള കാര്യങ്ങളൊക്കെ സുപ്രീം കോടതി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സാധനങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട് തന്നെ നോക്കണം എന്നുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. ആൻഡ് അതിനകത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഗവൺമെന്റിന് ഓൾറെഡി ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യമില്ല എന്നുള്ളൊരു കാര്യം ഗവൺമെന്റ് കഴിഞ്ഞ ദിവസം അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ എക്സാം ക്യാൻസൽ ചെയ്യൽ അതൊരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതും സുപ്രീം കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആക്ച്വലി എന്ന് പറഞ്ഞാൽ ഒരു 1.5-2 മണിക്കൂർ നീണ്ടു നിന്ന ഹിയറിംഗ് ആണ്. ഇതിന്റെ ഈ ഡിഫറെന്റ് സാധനങ്ങളെല്ലാം കേട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സുപ്രീം കോടതി NTA-നെ നല്ല കാര്യമായിട്ട് പുച്ഛിച്ച ഒരു സീനാണ്, ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു. ലെറ്റ് us നോട്ട് ബി സെൽഫ് ഡിനയൽ, ആ സാധനമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇതിന് വേണ്ടിയിട്ട് NTA-ക്ക് വേണ്ടിയിട്ട് ഹാജരായിട്ടുള്ള സോളിസിറ്റർ ജനറൽ അഡ്വക്കേറ്റ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇല്ല സാർ എവിടെ ലീക്ക് എന്ന് പറഞ്ഞ സാധനം നടന്നിട്ടില്ല എന്ന് അവരിങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ നടന്നിട്ടില്ല എന്ന് പറയുന്നതുകൊണ്ട്, അത് സെൽഫായിട്ട് അങ്ങനെ ഇല്ല എന്ന് പറയുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇത് പ്രൂഫ് ഇതിനെ ലീക്ക് ആയിട്ടില്ല എന്നുള്ളതിന് പ്രൂഫുകൾ കൊണ്ടുവരണം. ഈ പറഞ്ഞ പോലെ തന്നെ AI ടൂൾസ് ഉപയോഗിച്ചിട്ട്, ഡാറ്റ അനലൈസിങ് എക്സ്പേർട്സിനെ ഉപയോഗിച്ചിട്ട്, ഡിജിറ്റൽ എക്സ്പേർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ടെലഗ്രാം ബാക്കി സാധനങ്ങൾ ഇവരുടെ അതിലൊക്കെ കുറെ പ്രൂഫ് ഉണ്ട്, നമ്മളടക്കം കണ്ടിട്ടുള്ള കുറെ വീഡിയോസും സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ചെക്ക് ചെയ്യിപ്പിച്ചിട്ട് ഇതൊക്കെ ഫോൾസ് ആണ്, ആ പറയുന്നതൊന്നും ശരിയായിട്ടുള്ള എവിഡൻസ് അല്ല എന്ന് കണ്ടുപിടിച്ചെങ്കിൽ മാത്രമാണ് ലീക്ക് നടന്നിട്ടില്ല എന്നുള്ള കാര്യം പറയാൻ വേണ്ടി പറ്റുള്ളൂ. അതല്ലാതെ വെറുതെ പോയിട്ട് പറയാണ് ഇങ്ങനെ ആയിട്ടുണ്ട് എന്നുള്ള കാര്യം. അപ്പൊ നിങ്ങൾ അങ്ങനെ വെറുതെ വാദിച്ചതുകൊണ്ട് കാര്യമില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. സോ ഇതിന്റെയൊക്കെ ഒരു സമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് അടുത്ത സാധനം സുപ്രീം കോടതി അറിയേണ്ട കാര്യം, സുപ്രീം കോടതി പറയണ വേറൊരു കാര്യമാണ്, ഞങ്ങൾക്ക് അറിയണം. എന്താ അറിയേണ്ടത്, എത്ര ആൾക്കാർക്ക് ഈ ലീക്ക് കാരണം ഉപകാരം ഉണ്ടായിട്ടുണ്ട്. അതായത് ലീക്കിന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ കോപ്പി അടിച്ചിട്ട് എത്ര ആൾക്കാർ ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയണം എന്നുള്ളൊരു കാര്യം സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ സുപ്രീം കോടതി ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നത്. ആദ്യം സുപ്രീം കോടതി ഏറ്റവും ഫൈനലി പറഞ്ഞ കാര്യം ഇതാണ്, വെറുതെ അങ്ങനെ റീ എക്സാമിനേഷൻ നടത്താൻ വേണ്ടി പറ്റില്ല. ഈ പറയുന്ന ചോദ്യങ്ങളൊക്കെ ഞാനിങ്ങനെ 1, 2, 3, 4 ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും ഉണ്ട്. ഇനി അടുത്ത സാധനം ഉണ്ട്, ഹൗ വൈഡ് സ്പ്രെഡ് ഈസ് ദ ബ്രീച്ച്. അത് റീച്ച് എന്നാണ് അവർ എഴുതിയിട്ടുള്ളത്. ഈ ബ്രീച്ച് അതായത് ക്വസ്റ്റ്യൻ പേപ്പർ പൊട്ടിയത്, അത് ലീക്കായത് എത്ര വൈഡ് സ്പ്രെഡ് ആയിട്ടാണ് നടന്നതെന്നുള്ള കാര്യം അറിയണം എന്നുള്ളൊരു കാര്യം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിഫറെന്റ് റെഡ് ഫ്ലാഗ്സ്, ഈ പറഞ്ഞ പോലെ തന്നെ റെഡ് ഫ്ലാഗ്സ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയോ? അതായത് ഇതിന്റെ അപായ സൂചനകളായിട്ട് സുപ്രീം കോടതി ഐഡന്റിഫൈ ചെയ്ത സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ 67 പേർക്ക് ഫുള്ള് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞതിന്റെ മുന്നത്തെ വർഷമൊക്കെ ആയിട്ട് ഒരു കുട്ടി, 2 കുട്ടി അല്ലെങ്കിൽ 3 കുട്ടിക്ക് മാത്രം ഫുള്ള് കിട്ടിക്കൊണ്ടിരുന്നിടത്ത് 67 കുട്ടികൾക്ക് ഫുള്ള് കിട്ടിയത് ഒരു റെഡ് ഫ്ലാഗ് ആയിട്ടാണ് കാണുന്നുണ്ടാവുക. അതുപോലെ തന്നെ അതാണ് ഒന്നാമത്തെ റെഡ് ഫ്ലാഗ് ആയിട്ട് ഒരു അപായ സൂചന ആയിട്ട് സുപ്രീം കോടതി കണ്ടത്. രണ്ടാമത്തെ അപായ സൂചന ആയിട്ട് സുപ്രീം കോടതി കണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ എക്സാം സെന്റർ ചേഞ്ച് ചെയ്തത്. അതായത് ചില ആൾക്കാർ സുപ്രീം കോടതി പറഞ്ഞു, ചില ആൾക്കാർ അഹമ്മദാബാദിൽ രജിസ്റ്റർ ചെയ്തിട്ട് ആൻഡ് സഡൻലി ഗോസ് ടു എന്താ പറയാ ദൂരേക്ക് ബീഹാറിൽ പോയിട്ട് എക്സാം എഴുതുക. ഗുജറാത്തിൽ രജിസ്റ്റർ ചെയ്ത കുട്ടി എങ്ങനെ ബീഹാറിൽ പോയിട്ട് എക്സാം എഴുതി, എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ പോയത്? അപ്പോൾ അങ്ങനെ ഒരു എക്സാം സെന്റർ ചേഞ്ച് നടന്നത് ഇതുപോലത്തെ ഒരു സാധനം നടക്കാനല്ലേ എന്നുള്ള രൂപത്തിൽ നമുക്കടക്കം സംശയങ്ങൾ തോന്നിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ആ സാധനങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു സാധനത്തിൽ ഈ എക്സാം സെന്റർ ചേഞ്ച് ചെയ്ത് കൊടുത്തതിൽ NTA-ന്റെ ഓഫീസിലടക്കമുള്ള അങ്ങനത്തെ എന്തെങ്കിലും സ്ഥലങ്ങളിൽ സംശയങ്ങൾ ഉണ്ടാവും, അവിടെ അടക്കം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. വൈ ഇറ്റ് ഈസ് ദാറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അതുകൊണ്ട് റെഡ് ഫ്ലാഗുകൾ, ഇതിനകത്തുള്ള അപായ സൂചനകൾ സെപ്പറേറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, ഇറ്റ് ഈസ് എ പോസിബിലിറ്റി ദാറ്റ്
ഇത് സുപ്രീം കോടതി നിരീക്ഷിച്ച കാര്യമാണ് കേട്ടോ. ഈ സ്പ്രെഡ് നടന്നിട്ടുള്ളത് വൈഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് പേർക്ക് ഈ സ്പ്രെഡ് ചെയ്തിട്ട് ഇങ്ങനെ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യം സുപ്രീം കോടതി കൃത്യമായിട്ട് നിരീക്ഷിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് വൈഡ് തന്നെ ആണോ എന്നുള്ളൊരു കാര്യം ഉറപ്പിക്കണം എന്നുള്ളതാണ് അവസാനമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ബേസിക്കലി ഇതൊക്കെ തന്നെയാണല്ലോ. ഇനി ഇതിനകത്ത് പറയാം, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ലെങ്കിൽ അതാണ്, അതായത് വൈഡ് സ്പ്രെഡ് വൈഡ് സ്പ്രെഡ് അല്ല എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. ബെനിഫിഷ്യറീസ്, ഇതിനകത്ത് കള്ളത്തരം കാണിച്ചൊരു ഉപകാരം കിട്ടിയ ആൾക്കാർ ആരാന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. പിന്നെ ഇത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തത് മുതൽ എക്സാം വരെ നടന്ന സമയത്തിനുള്ള ഒരുപാട് സമയം ഇത് റീച്ച് ആയി പോയിട്ടുണ്ട്. ഡിജിറ്റൽ മീഡിയ വഴിയിട്ടാണ് റീച്ച് ആയി പോയത്. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി റീടെസ്റ്റ് നടക്കും എന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ പറഞ്ഞു എളുപ്പത്തിൽ റീടെസ്റ്റ് നടത്താൻ വേണ്ടി പോകുന്നില്ല എന്നുള്ള കാര്യങ്ങളാണ്. അതായത് സുപ്രീം കോടതി തമാശയായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു ദിവസം രാവിലെ കുറെ ഉത്തരങ്ങൾ കൊടുത്തിട്ട് ബൈഹാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് എഴുതാൻ പറഞ്ഞ ഒരു കുട്ടിക്ക് പോലും പറ്റില്ല എന്നുള്ള കാര്യം സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് പറയാനുള്ളത്. സോ ആൻഡ് ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇതിനകത്ത് നടന്ന കാര്യങ്ങളാണ്. ഇൻ വാട്ട് കസ്റ്റഡി വെർ ദ പേപ്പേഴ്സ് ആർ റിസർവ്ഡ്, എവിടെയാണ് പേപ്പറുകൾ സൂക്ഷിച്ചു വെച്ചിരുന്നത്, എങ്ങനെയാണ് വെച്ചിരുന്നത്, അത് ആ ഒരു സ്ട്രോങ് റൂമിന്റെ എവിഡൻസ് അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നീട് ഈ പറയുന്ന ബാക്കിയുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ മൊബൈൽ ഫോണിൽ സർക്കുലേറ്റ് ചെയ്തോ എന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ട്. സോ അങ്ങനെ നമ്മുടെ നാട്ടിൽ നിലവിലുണ്ടായിരുന്ന എല്ലാ അലിഗേഷൻസും ഡിഡ് NTA അഡ്മിറ്റ് ദ പേപ്പർ ലീക്ക്, ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഭയങ്കര തമാശയായിട്ടുള്ള സാധനമായിരുന്നു. ഞാൻ നേരിട്ട് കേട്ടോണ്ട് സാധനമാണ്. NTA പേപ്പർ ലീക്ക് അഡ്മിറ്റ് ചെയ്തോന്ന് ചോദിച്ചപ്പം NTAയുടെ ആള് പറഞ്ഞതെന്ന് വെച്ചാൽ ഇല്ല, പേപ്പർ ലീക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ അതിന് നല്ല ചീത്ത കേട്ടിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും, ഈ കണ്ട എവിഡൻസ് ഒക്കെ ഇത് എവിഡൻസ് തന്നെയല്ലേ എന്ന് ചോദിച്ചു. ലാസ്റ്റിൽ വിധി പറഞ്ഞ സമയത്ത്, അതായത് ഇന്നത്തെ വിധി പറഞ്ഞ സമയത്ത് പറഞ്ഞു പേപ്പർ ലീക്ക് ഉണ്ടായതായിട്ട് സുപ്രീം കോടതിക്ക് ബോധ്യമായിട്ടുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത്. NTAയുടെ ഭാഗത്ത് നിന്ന് വന്ന വക്കീൽ പറഞ്ഞത് അങ്ങനെ പേപ്പർ ലീക്ക് ഇല്ല എന്നുള്ളതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ നിങ്ങൾ അങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല എന്നുള്ളൊരു കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇന്റഗ്രിറ്റി, നമ്മുടെ പെറ്റീഷണേഴ്സിന്റെ പ്രധാനപ്പെട്ട, അതായത് പരാതിക്കാരുടെ പ്രധാനപ്പെട്ട സാധനമായിരുന്നു എക്സാമിന്റെ ഇന്റഗ്രിറ്റി പോയിട്ടുണ്ട്. അതായത് എക്സാം ഇത്രയും വലിയ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സാധനങ്ങൾ പോയിട്ടുണ്ട് എന്നുള്ള കാര്യം പെറ്റീഷണേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ജഡ്ജി അംഗീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാൻസലേഷന് വേണ്ടിയിട്ട് നോക്കുന്ന സമയത്തുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ പറയുന്ന സാധനങ്ങളിൽ നമ്മുടെ ഇതിൽ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. സോ ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ഇത്രയും കാലമായിട്ട് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും കേരളത്തിന്റെ സ്ഥലത്ത് തന്നെ നമുക്കറിയാൻ വേണ്ടി പറ്റും, എല്ലാ യൂട്യൂബ് വീഡിയോസിന്റെ അടിയിലൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ഇപ്പൊ എന്നെ ഡയറക്ട്ലി വിളിച്ച് ഡിസ്കസ് ചെയ്യുന്ന പേരൻസ് ഉണ്ടായിരുന്നു. ഇത് അങ്ങനെയല്ലേ നടന്നത്, ഇങ്ങനെയല്ലേ നടന്നത്, ഇന്നൊരു പോസിബിലിറ്റി ഇല്ലേ, ഇതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ടുപോകുന്ന സ്ഥലത്ത് പ്രശ്നമില്ലേ, NTAയുടെ ഒഫീഷ്യൽസിന്റെ ഇടയിൽ പ്രശ്നമില്ലേ, ആരാ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടത്, അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആൾക്കാർ വഴിയിട്ട് ചോരാൻ വേണ്ടി സാധ്യതയില്ലേ. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു. ഈ ഫോറിൻ കൺട്രീസിൽ എബ്രോഡ് നടക്കുന്ന സ്ഥലത്ത് ഈ ഡിപ്ലോമാറ്റിക് ബാഗേജ് ഉണ്ട്, അതായത് നമ്മുടെ എംബസി വഴി അയക്കുന്ന ഒഫീഷ്യൽ രേഖകൾ കൈമാറ്റം ചെയ്യുന്ന ഡിപ്ലോമാറ്റിക് ബാഗേജിലാണോ അയച്ചത് അതോ പ്രൈവറ്റ് കമ്പനികൾ വഴിയിട്ടാണോ അയച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സുപ്രീം കോടതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു അറിവിലുണ്ടായിരുന്ന എല്ലാവിധ പോയിന്റ്സും, അതായത് എക്സാം നടത്തിപ്പിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത് മുതൽ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റ് എടുക്കാൻ പോകുന്നത്, അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരുന്നത്, ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, എക്സാം സെന്ററിന്റെ അടുത്തുള്ള ബാങ്കിൽ സൂക്ഷിക്കുന്നത്, അവിടെ നിന്ന് എക്സാം സെന്ററിൽ എത്തിക്കുന്നത്, അവിടെ നിന്ന് എക്സാം നടത്തിപ്പിന്റെ രീതികൾ, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും സുപ്രീം കോടതി വിശദമായിട്ട് അന്വേഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് എത്രത്തോളം വൈഡ് സ്പ്രെഡ് ആണ് എന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ട്. ആൻഡ് സുപ്രീം കോടതി പറഞ്ഞ കാര്യത്തിലേ ഉള്ളൂ, ഇത് വൈഡ് സ്പ്രെഡ് അല്ല, നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ മൊത്തം ട്രേസബിൾ ആണ്, ഇവർ ഈ പറയുന്ന ആൾക്കാരെ സെഗ്രിഗേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ റീടെസ്റ്റിന്റെ ആവശ്യമില്ല എന്നുള്ളൊരു കാര്യം സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ. അപ്പം ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, നമുക്ക് നിങ്ങൾക്ക് ഇതിന്റെ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ തരിക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ലൈക്ക് ഇതാണ് ഇതിന്റെ സത്യാവസ്ഥ, ഇതിങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതിന്റെ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് തരാന്നുള്ളതാണ്. മേഘാലയയിലെ ഇഷ്യൂ, അതായത് അവിടെ കുട്ടികൾക്ക് 1 അവറിന്റെ അടുത്ത് സമയം നഷ്ടപ്പെട്ടിട്ട് റീടെസ്റ്റ് നടത്താൻ പറ്റിയിട്ടില്ല എന്നുള്ള കാര്യം സുപ്രീം കോടതി കാര്യമായിട്ട് കേട്ടിട്ടുണ്ട്. രാജസ്ഥാനിൽ നടന്ന ഇഷ്യൂ കേട്ടിട്ടുണ്ട്, ബീഹാറിൽ നടന്ന കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. CBIയുടെ അടുത്ത് കൃത്യമായ റിപ്പോർട്ട് കൊടുക്കാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ബുധനാഴ്ച 3 ആളുകളുടെ റിപ്പോർട്ടാണ് സുപ്രീം കോടതി ചോദിച്ചിട്ടുള്ളത്. ഒന്ന് NTA, ഒന്ന് സെൻട്രൽ ഗവൺമെന്റ്, 3 CBI. 3 ആൾക്കാരുടെ റിപ്പോർട്ട് ബുധനാഴ്ച വൈകുന്നേരത്തേക്ക് കിട്ടണം. വ്യാഴാഴ്ച എന്ത് ചെയ്യും, ഈ പറയുന്ന പോലെ രണ്ടാമത് വീണ്ടും കേസ് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് നോക്കുന്നത്. ആ കേസ് കേൾക്കാൻ നേരത്തിട്ട് പെറ്റിന്റെ പരാതിക്കാർ 100 കണക്കിന് അഭിഭാഷകരുണ്ടായിരുന്നു ഇന്ന് അഡ്വക്കേറ്റിൽ സുപ്രീം കോടതിയിൽ. അതിൽ നമ്മളെ നീറ്റ് ആക്ഷൻ കൗൺസിൽ വെച്ചിട്ടുള്ള അഡ്വക്കേറ്റ് അടക്കമുള്ള ആളുകൾ അവിടെ പ്രസന്റ് ആയിരുന്നു. അപ്പോൾ അവരോടൊക്കെ പറഞ്ഞത്, നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരൊറ്റ സാധനമായിട്ട് പ്രസന്റ് ചെയ്യുക, ഓരോരുത്തരായിട്ട് വാദിക്കാൻ നിന്നാൽ തീരില്ല. കാരണം അതും പറഞ്ഞിട്ടുണ്ട്, കാരണം അത്രയധികം സമയം എടുക്കാനില്ല, കാരണം 23 ലക്ഷം കുട്ടികളുടെ കാര്യമായതുകൊണ്ട് അത്രയധികം സമയം എടുക്കാനില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ തേഴ്സ്ഡേ, 11-ാം തീയതിയിലേക്ക് വെയിറ്റ് ചെയ്തിരിക്കാം, കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി പറ്റും. സോ ഇത്രയും കാര്യങ്ങളാണ്. ആൻഡ് ഓൾറെഡി കോഴ്സ് ഞാൻ പറഞ്ഞിരുന്നു min.com എന്നാണ് എനിക്ക് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ കേട്ടത്. ഞാൻ അതിന്റെ ഫുൾ ഡീറ്റെയിൽ കേസ് കേട്ടതാണ്.
എന്നുള്ളതാണ്. അപ്പൊ അതേ ഓർഡറിൽ അവരിതിങ്ങനെ ടൈപ്പ് ചെയ്തിട്ടപ്പം അത് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു എന്നുള്ള കാര്യമാണ്. ജസ്റ്റ് കീപ്പിംഗ് ഇറ്റ് ആസ് ആൻ അപ്ഡേറ്റ്. ഇതാണ് സുപ്രീം കോടതിയിൽ നടന്നത് എന്നുള്ള കാര്യങ്ങളാണ്. റീനീറ്റ് നടക്കാൻ സാധ്യതയുണ്ടോ ഇല്ലയോ ഞാനല്ല പറയേണ്ടത്. കാരണം നമ്മളെക്കാളൊക്കെ എക്സ്പേർട്ട് ആയിട്ട്, നമ്മളെക്കാളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പരിഗണിച്ചിട്ടുള്ള എല്ലാ, നമുക്ക് ആലോചിക്കാൻ പറ്റുന്ന എല്ലാ പോസിബിലിറ്റീസിലും സുപ്രീം കോടതി നിന്ന് ചോദിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതിനൊക്കെയുള്ള മറുപടികൾ എന്താണോ NTA തരുന്നത്, എന്താണോ CBI തരുന്നത്, എന്താണോ സെൻട്രൽ ഗവൺമെന്റ് തരുന്നത്, അതനുസരിച്ചിട്ടുള്ള ഡിസിഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. സോ എന്തായാലും എനിക്ക് ഉറപ്പായിട്ടും മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഒരു നീതി ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കും. കാരണം രണ്ടാമത് എക്സാം നടത്തുക എന്നുള്ള കാര്യം സുപ്രീം കോടതി 3 കാര്യങ്ങളാണ് രണ്ടാമത് എക്സാം നടത്താതിരിക്കാൻ വേണ്ടി പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അതിന്റെ കോസ്റ്റ് എഫക്റ്റീവ്നെസ് ആണ്. വലിയ കോസ്റ്റ് വരുന്ന സാധനമാണ്. രണ്ടാമത്തെ കാര്യം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അതിന്റെ നടത്താനുള്ള ബുദ്ധിമുട്ടുകൾ, ആ സാധനങ്ങളാണ് പറഞ്ഞത്. മൂന്നാമത്തെ കാര്യം പറഞ്ഞത് വെച്ചാൽ, മൂന്നാമത്തെ കാര്യം എന്നല്ല, ആദ്യമായിട്ട് സുപ്രീം കോടതി അത് തന്നെ പറഞ്ഞത്, 23 ലക്ഷം കുട്ടികളോട് വീണ്ടും ഒരു എക്സാം എഴുതാൻ വേണ്ടി പറയാ, അതും സമയം കഴിഞ്ഞതിന് ശേഷം പറയാന്നുള്ളത് ശരിയല്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ആത്മാർത്ഥമായിട്ട് പഠിച്ച് മാർക്ക് മേടിച്ച കുട്ടികൾക്ക് സന്തോഷമായിട്ടിരിക്കാം. കാരണം നിങ്ങളെ കൊണ്ട് വെറുതെ എക്സാം എഴുതിപ്പിക്കില്ല. നിങ്ങൾ അഥവാ എഴുതേണ്ടി വരികയാണെങ്കിൽ പോലും അതിന് വ്യക്തമായ റീസൺ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ വെറുതെ കുറേ ആളുകൾ റീനീറ്റ് എന്ന് പറയുന്നത് കൊണ്ട് നിങ്ങളെ കൊണ്ട് എക്സാം എഴുതിപ്പിക്കില്ല എന്നുള്ളതാണ് കാര്യം. വളരെ വ്യക്തമായിട്ടുള്ള കാരണമാണ്. കാരണം സുപ്രീം കോടതി കുറേയൊക്കെ കുട്ടികളുടെ താല്പര്യം, അതായത് എക്സാം എഴുതി പോയ കുട്ടികളുടെ താല്പര്യത്തിനനുസരിച്ചിട്ടാണ് നിൽക്കുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് NTAയും സെൻട്രൽ ഗവൺമെന്റും അതിന് തന്നെയാണ് ട്രൈ ചെയ്യുന്നതെന്നുള്ള കാര്യം അറിയാം. പക്ഷേ ഈ പറയുന്ന പോലെ കർക്കശമായിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം കൊടുക്കുക എന്നുള്ളത് NTAയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുപോലെ തന്നെ അടുത്ത വർഷത്തേക്ക് ഇതിന്റെ ഒരു പരിശുദ്ധി അല്ലെങ്കിൽ അതിന്റെ ഒരു ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റീനെ വെക്കാനും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിന് ഇപ്പോൾ ഞാനോ നിങ്ങളോ അഭിപ്രായം പറയുക എന്നുള്ളതിൽ വലിയ കാര്യമൊന്നുമില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്. കൃത്യമായിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ്? സുപ്രീം കോടതിന്റെ ലൈവ് മുഴുവനായിട്ട് കണ്ടിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ എന്താണ് മനസ്സിലാക്കുക എന്നുള്ള കാര്യങ്ങളാണ്. മൈ ഡ്യൂട്ടി ഈസ് ടു കൺവേ ദിസ് മെസ്സേജ് ടു യു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ. ആൻഡ് നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ദിവസം വീണ്ടും കാണാം. ബൈ.